മാഡം എന്തീ ആലോചിക്കുന്നത്? ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് രാജു. പക്ഷേ ഇപ്പൊ ആലോചിച്ചത് അത് നിന്നെ കുറിച്ചാ രാജു. എന്നെ കുറിച്ചോ? അതെ, എനിക്കിപ്പോ ആലോചിക്കാൻ നിന്നെ കുറിച്ച് മാത്രമേ കഴിയുന്നുള്ളൂ. മനസ്സിൽ നിന്നെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. അത് ഊണിലും ഉറക്കത്തിലും നടപ്പിലും ഇരിപ്പിലും എല്ലാം അങ്ങനെ തന്നെയാ. എന്താ മാഡം പറഞ്ഞു വരുന്നത്? രാജു, നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്, അതെനിക്കറിയാം. എന്നാലും ഞാൻ തന്നെ പറയാം. അഴകിയ രാവണൻ എന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, വെറുത്ത് വെറുത്ത് വെറുത്ത്. ആ വെറുപ്പിനൊടുവിൽ കുട്ടിശങ്കറിനെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന്. അതുപോലെ ഞാനും രാജുവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എല്ലാം ഇത് എന്റെ മനസ്സാ രാജു. I love you, രാജു. മാഡം, ഞാൻ മാഡത്തിന്റെ അച്ഛന്റെ ആണ്. അതായത് വെറും ഒരു ജോലിക്കാരൻ. മാഡത്തിന്റെ മനസ്സില് ഇങ്ങനൊരു ചിന്ത ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മാഡത്തിന്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വളരുന്നു ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ മാഡത്തോട് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇടപെടില്ലായിരുന്നു. ഇങ്ങനെ ചിന്ത വന്നപ്പോ തന്നെ അറ്റ്ലീസ്റ്റ് മാഡം നമ്മുടെ രണ്ടുപേരുടെ സ്റ്റാറ്റസ് നോക്കണമായിരുന്നു. മാഡം മന്ത്രിയുടെ മകളാ. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ PA. രാജു, രാജു ഈ പറഞ്ഞതൊക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ കാഴ്ചകളാ. എനിക്ക് എന്റെ ജീവിതത്തിലെ ശരിയും തെറ്റും മാത്രം തിരിച്ചറിയാൻ പ്രാപ്തിയുണ്ട്. രാജുവിനറിയാമോ, രാജു എന്റെ കൂടെ ഉള്ളതില് എനിക്ക് കിട്ടുന്ന സന്തോഷം എത്രയാണെന്ന്, എനിക്ക് കിട്ടുന്ന ധൈര്യം എത്രയാണെന്ന്, എനിക്ക് കിട്ടുന്ന ബലം എത്രയാണെന്ന്. ഇതൊക്കെ ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? രാജുവിന്റെ ഔട്ട്ലുക്കിനെ അല്ല ഞാൻ പ്രണയിക്കുന്നത്, രാജുവിന്റെ നല്ല മനസ്സിനെയാണ്. രാജുവിനെക്കാളും എന്നോട് സ്നേഹമുള്ള ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല. ഗുഡ് മോർണിംഗ് മാഡം. മാഡം ഹാപ്പി മൂഡിലാണല്ലോ. അൺഹാപ്പി ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു പകുതിയിൽ ഞാനിപ്പോ ഹാപ്പിയാ, മറുപകുതിയിൽ അൺഹാപ്പിയാണ്. ഓക്കെ, ഒരു പകുതിയിലെ ഹാപ്പി അങ്ങനെ തന്നെ നിൽക്കട്ടെ. പറ, എന്താണ് അൺഹാപ്പി? ആ പകുതി കൂടി നമുക്ക് ഹാപ്പി മൂഡിലേക്ക് മാറ്റാം. പറ. രാജുവിന് അറിയില്ലേ, അച്ഛൻ വീണ്ടും വിവാഹാലോചന തുടങ്ങിയിരിക്കുന്നു. മുൻപത്തെക്കാൾ ഇപ്പൊ വിവാഹാലോചന എന്നെ ഭയപ്പെടുത്തുന്നു. അത് നാട്ടു നടപ്പല്ലേ മാഡം. പെൺമക്കൾക്ക് വിവാഹപ്രായമാകുമ്പോ അച്ഛനും മറ്റു ബന്ധുക്കളും ഒക്കെ വിവാഹം ആലോചിക്കും. അത് ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ. പെട്ടെന്ന് ചിന്തിക്കുമ്പോ അതിനെക്കുറിച്ച് ഭയമൊക്കെ തോന്നും. സത്യത്തില് അതൊരു ആനന്ദമാണ്. അതനുഭവിച്ചു കഴിയുമ്പോ
മാഡത്തിനും അത് മനസ്സിലാവും. അതുകൊണ്ട് വിവാഹം നടക്കട്ടെ മാഡം. ഹോ, വലിയൊരു ഉപദേശി. വിവാഹത്തിന്റെ ആനന്ദമൊക്കെ അനുഭവിച്ചിട്ടാണോ ഇയാളിത് പറയുന്നത്? ആ, നമ്മളായിട്ട് അനുഭവിക്കണമെന്നില്ല മാഡം. അനുഭവിക്കുന്നവരുടെ ആനന്ദം കണ്ടാ മതി. ആ, നിക്ക് നിക്ക് നിക്ക്. നിക്ക്. പോവാൻ വരട്ടെ. മറ്റുള്ളവർക്ക് വിവാഹമംഗളം ആശംസിക്കുന്ന രാജുവിന് ആ അനുഭവം സ്വന്തമായിട്ട് ലഭിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചൂടെ? ചിന്തിക്കാം, സമയമുണ്ടല്ലോ. ആദ്യം മാഡത്തിന്റെ വിവാഹം കഴിയട്ടെ. അപ്പോ ഞാൻ കുറെ കൂടി ഫ്രീ ആവും. അതിനുശേഷം ചിന്തിച്ചോളാം. രാജു, ഇക്കാര്യം നമ്മളെന്തിനാ